ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചക്ക കേക്കാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കേക്കാണ് കേട്ടോ. കാരണം നമുക്കിത് മിക്സിയിലാണ് നമ്മളിതെല്ലാം അടിച്ചെടുക്കണതും ഒക്കെ. ബീറ്ററിന്റെ ഒന്നും ആവശ്യമില്ല, അതുപോലെ ഓവന്റെ ആവശ്യമില്ല. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ജസ്റ്റ് ഒരു ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണെങ്കിൽ പോലും നമ്മൾ ഈ ചക്ക വെച്ചിട്ട് തന്നെയുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു കേക്ക് ജെല്ല് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത്രയാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇതിന് വിപ്പിംഗ് ക്രീമിന്റെ ഒന്നും ആവശ്യമില്ല. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അതിനും കാണാനും നല്ല ഭംഗിയുള്ള ഒരു കേക്കാണ്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചക്ക കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വരിക്ക ചക്ക എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് ഇനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. 1/4 കപ്പ് പൾപ്പാണ് നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ളൂ. പിന്നെ അടുത്തത് വേണ്ടത് ലാസ്റ്റ് കേക്കൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ജെല്ല് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടും കുറച്ച് പൾപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ചധികം പൾപ്പ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഇതാ ചക്ക നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കേക്ക് ടിന്നിലിട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലായിടത്തും കൂടെ ഒന്ന് ആക്കി കൊടുക്കണം. ഈ ഓയിൽ എല്ലാ വശത്തോടെ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കേക്ക് ടിന്നിന് പകരമായിട്ട് നമ്മൾ സോസ് പാനിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്ത് പാത്രങ്ങളാണോ ഉപയോഗിക്കുന്നത്, സ്റ്റീൽ പാത്രം എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇനി കുറച്ച് മൈദയാണ് തൂക്കി കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തേക്കാൻ മതി കേട്ടോ. ഇത് മൈദ എല്ലായിടത്തോടെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പൊ ഇനി അടുത്തത് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ബൗളിലോട്ട് 3 മുട്ട ഒന്ന് പൊട്ടിച്ചു വയ്ക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബട്ടർ എസൻസ് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ആ മുട്ടയുടെയൊക്കെ ആ മഞ്ഞ കളറൊക്കെ മാറി നല്ലൊരു ഓഫ് വൈറ്റ് കളർ ആവുന്നത് വരെ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ജാക്ക് ഫ്രൂട്ട് പൾപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ ഇത് ഒരുപാട് നേരമായിട്ട് അടിക്കരുത് കേട്ടോ. ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്ത് വെച്ചാൽ മതി. അപ്പൊ ഓയില് വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് ഓയിൽ വേണേലും എടുക്കാം കേട്ടോ. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം എടുക്കാനായിട്ട്. ഇതിപ്പോ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഈ ജാക്ക് ഫ്രൂട്ട് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഓപ്ഷനിലാണ്. ഇനി ഇത് കുറേശ്ശെയായിട്ട് അരിച്ചൊന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിത് 2 തവണയായിട്ട് അരിച്ചാണ് കേട്ടോ മിക്സ് ചെയ്യണത്. ഇതിപ്പോ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഓവർ മിക്സ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമുള്ളൂ. വിനാഗിരി ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തോളൂ കേട്ടോ. ഇപ്പൊ ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ വേണ്ടത്. ഇനി കേക്ക് ബാറ്റർ ഈ കേക്ക് ടിന്നിലോട്ട് ഒഴിക്കാം. കണ്ടോ, റിബൺ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇപ്പൊ കേക്ക് ടിന്നിന്റെ പകുതിയാണ് കേട്ടോ ബാറ്റർ വരാമുള്ളൂ. നിറച്ചൊന്ന് ഫില്ല് ചെയ്ത് വെക്കരുത്. ഇതൊരു 7 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് ഞാൻ തയ്യാറാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പൊ കുക്കറിൽ ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വയർ റാക്ക് വെക്കാം. ഇനി കേക്ക് ടിൻ ഇറക്കി വെക്കാം. കുക്കറിന്റെ വാഷറും അതുപോലെ തന്നെ വിസിലും എടുത്ത് മാറ്റണം. എന്നിട്ട് ഇത് മൂടി വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ബർണറിന് അനുസരിച്ച് ഈ ബേക്കിങ്ങിന്റെ ടൈമിൽ കുറച്ചൊക്കെ വ്യത്യാസം വരാം കേട്ടോ. അപ്പോൾ ഈ വലിയ ബർണറിലൊക്കെയാണ് വെക്കണമെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് 5 മിനിറ്റ് ഉണ്ടല്ലോ, അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ.
അപ്പോൾ ആദ്യത്തെ ഈ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് ബേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പേടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഈ കുക്കർ മാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ടിൻ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ബാക്കി ഒരു 35 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 35 മിനിറ്റെങ്കിലും കഴിയാണ്ട് തുറന്ന് നോക്കരുത് കേട്ടോ. അപ്പോഴത്തേക്കാണ് ഒരു 45 മിനിറ്റ് വേണ്ടി ഒരു ഇത് ബേക്കായി വരാനായിട്ട് കേട്ടോ. അപ്പോൾ ബേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും, നല്ല മണമൊക്കെ ആയിരിക്കും, നല്ല കിച്ചണിലൊക്കെ നല്ല അടിപൊളി മണമൊക്കെ ആയിരിക്കും കേക്ക് ബേക്കായി വന്നേണ്ടേക്ക്. അപ്പോൾ ഒന്ന് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ബേക്കായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ. നല്ല മണമൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുറന്നു നോക്കാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ടൂത്ത്പിക്കൊക്കെ നല്ല ക്ലീനാണ്, സൈഡൊക്കെ അതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെടുക്കാം. ഇത് കുക്ക് ചെയ്ത് വരാനായിട്ട് 45 മിനിറ്റ് എടുത്തുട്ടോ ഇത് റെഡിയായി വരാനായിട്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കാം. ഇനി അരച്ചെടുത്തത് നമ്മുടെ ഇത് വഴറ്റിയെടുത്ത സോസ്പാൻ ഉണ്ടല്ലോ, അതിനകത്തേക്ക് എന്നെ ഒന്ന് ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഈ കോൺഫ്ലോറും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി കളറും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തു കേട്ടോ. കളറും അതുപോലെ തന്നെ കളറും ഓപ്ഷനിലാണ്. ഞാനിത് ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിയൊക്കെ വരാൻ വേണ്ടിയിട്ട് കളർ ചേർത്താണ്. പിന്നെ നല്ല കളറുള്ള ചക്കപ്പഴമൊക്കെ ആണെങ്കിൽ കളറൊന്നും ചേർക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കുറച്ച് പൊങ്ങിയിരിക്കുന്ന ടോപ്പിൽ കുറച്ച് പൊങ്ങിയിരിക്കുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് എടുത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് ആ കേക്ക് ജെല്ലുണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ച ജാക്ക് ഫ്രൂട്ട് പൾപ്പ് വെച്ചിട്ടുള്ള ജെല്ലുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. നന്നായിട്ടൊന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കാം. ഈ ഒരു ഫ്രോസ്റ്റിങ് നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഈ ചക്കപ്പഴം കൊണ്ട് തന്നെ നമ്മൾ വേറൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു ചക്ക പോലെയുള്ള ഒരു ചക്ക കേക്ക് എന്നും പറഞ്ഞുകൊണ്ടൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്, ചക്കയുടെ ഒരു ലുക്ക് തന്നെയാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സൈഡിൽ കൂടെ ഒന്നും അത് തേച്ച് കൊടുക്കണില്ല കേട്ടോ, ടോപ്പിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ മെൽറ്റ് ചെയ്യാൻ അറിയാമല്ലോ, ഡബിൾ ബോയിൽ വഴിയോ അല്ലെങ്കിൽ മൈക്രോവേവിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് നമുക്ക് ഇതിപ്പോൾ ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മുടെ സാധാരണ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഡയറി മിൽക്കൊക്കെ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഈ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിയും ഒക്കെ വരാനൊക്കെ വേണ്ടിയിട്ടും കൂടെ കൂടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ അതായത് പോലെ എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡിസൈനാണ്. എന്നാൽ ഇത് ഈ കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അത്ര എന്താ പറയുക, നമ്മൾ ഈ ഇപ്പോൾ വിപ്പിംഗ് ക്രീമും കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തൊക്കെ മേടിച്ച് ഒക്കെ ഉണ്ടാക്കേണ്ടവരല്ലേ. അപ്പോൾ ഇതാവുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് കേട്ടോ. കാണാനാണെങ്കിൽ നല്ല ഭംഗിയാണ്. കാരണം ഇങ്ങനെയൊരു ചെറിയ ഡിസൈനൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് എത്ര ഡിസൈൻ അറിയാൻ പാടില്ലാത്തവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിസൈനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തേച്ചാൽ മതി. ഇപ്പം നമ്മുടെ ടൂത്ത് പിക്കില്ലേ പോലെ ഈർക്കിലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കാണാനാണെങ്കിലും നല്ലൊരു ഭംഗിയൊക്കെ ഇല്ലേ. പിന്നെ ഇങ്ങനത്തെ കേക്കൊന്നും നമുക്ക് ഷോപ്പുകളിലൊന്നും എന്താണെങ്കിലും കിട്ടാൻ പോണില്ല. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റ് ഡ്രൈ ആയി വന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഡിസൈൻ വരച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് വരയ്ക്കാനായിട്ട് പറ്റില്ല, ചോക്ലേറ്റ് പൊട്ടി പോകുമല്ലോ. പിന്നെ ഇത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുക്കുക കേട്ടോ. അപ്പോഴാണിക്കുമല്ലോ കേക്കൊക്കെ ആകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് തണുത്തതിന് ശേഷം കഴിക്കാനാണല്ലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക.
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.